ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? സുഖനല്ലേ? ഞാനും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം മടിച്ചിയായ ഞാൻ ഒരു ലോങ് വീഡിയോ ഇട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഏകദേശം ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് 2-3 മാസം ആവട്ടോ. കാരണം ലാസ്റ്റ് വീഡിയോ ലോങ് വീഡിയോ ഫാമിലി വ്ലോഗ് ഇട്ടത് നമ്മളെ പെരുന്നാളിനെങ്ങാനും ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ബലിപെരുന്നാളിനല്ല, അതിൻ്റെ മുമ്പത്തെ നോമ്പെരുന്നാളിന്. അപ്പോൾ കണ്ടന്റ് ഒന്നും ഇല്ലായിട്ടല്ല കേട്ടോ. കണ്ടന്റ് ഇപ്പോൾ ഓരോ യൂട്യൂബേഴ്സ് ഇടുന്ന കണ്ടൻറ്റൊക്കെ വെച്ച് നോക്കുമ്പം ഇന്ത്യയിൽ ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്. പക്ഷെ ഞാൻ ഒരു മടിച്ചിയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആവുന്നത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവലോഗായിട്ടാണ്. ഞാനും നിഷയും അതുപോലെ അളിയനും പിന്നെ ഉപ്പയും കൂടിയിട്ടാണ് ഷെഹറാനെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ അളിയൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ, സൗദിക്ക്. അപ്പോൾ ഞങ്ങൾ കൊണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയ വിഷയം ഉണ്ടായിട്ടാണ്. ഞങ്ങളെ വണ്ടിയുടെ ബാക്കിൽ ഒരു ബൈക്കുകാരൻ വന്നിട്ട് ഒരു പൂച്ചനെ തട്ടുകയോ അങ്ങനെ എന്തോ ചെയ്തിട്ട് ഒരു സംഭവം ഉണ്ടായി. പക്ഷെ ഞങ്ങളൊരു ശബ്ദം കേട്ടപ്പോഴാണ് കേട്ടോ തിരിഞ്ഞു നോക്കിയത്. അപ്പം ആ ബൈക്കുകാരന് വീണിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അപകടമൊന്നും സംഭവിച്ചില്ല. അതുപോലെ തന്നെ പൂച്ച ചാടി ഓടിപ്പോയി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, അതൊക്കെ ഞാൻ കണ്ടായിരുന്നു. നല്ല ശബ്ദം. സംഭവം ചെറിയൊരു വിഷയമായിരുന്നെങ്കിലും എന്തോ മനസ്സിനൊക്കെ എന്തോ ഒരു ടെൻഷൻ പോലെ ആയിട്ട്. അപ്പം ഒരു സമാധാനം ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ വരില്ല, സ്വാഭാവികം. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുബൈക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നേരം പുലർന്നു. നമ്മൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ടൈം ആയതുകൊണ്ട് ഇതാ കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ്. ശൈശമോളും വൈശമോളൊക്കെ നല്ല ഉറങ്ങിയിട്ടുണ്ട്. ഞാനും കുറച്ചൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാറിൽ കയറിയാൽ എനിക്ക് ഒരു 4-5 തവണയെങ്കിലും ഛർദ്ദിക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, ശൈശമോളും കുറേ വട്ടം ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതോടെ അയ്യൂസിനെ കൊണ്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അന്ന് തന്നെ അയ്യൂസിൻ്റെ നഴ്സറിയിൽ ഒരു പുതിയ നഴ്സറിൻ്റെ ഇനാഗുറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട്
കുട്ടികളോടും പാരൻസിനോടൊക്കെ എന്തായാലും പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമൊക്കെ ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അയൂസിനെ കൊണ്ടുപോകാതിരുന്നത്. ഞാൻ പോകുന്ന വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് കുറച്ച് പോയാൽ തന്നെ എനിക്ക് ആകെ ക്ഷീണിച്ചൊരു പരിവാവും. അപ്പോൾ പക്ഷേ ഞാൻ അയൂസിൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കൂടിയിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം എയർപോർട്ടിൽ എത്തി. പിന്നെ ഷെറാടെ ബാഗും സംഭവങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ മക്കളുടെ കാര്യത്തിൽ ഉപ്പാക്ക് കുറച്ച് ഓവർ കെയറിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ടാവും. സാധാരണ പേരൻസ് അങ്ങനെ തന്നെയാണ്. അവരുടെ മക്കൾ എത്ര വളർന്നു കഴിഞ്ഞാലും അവർക്ക് എപ്പോഴും ചെറിയ കുട്ടികൾ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടുന്ന് ഷെറാക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ നല്ല കട്ടക്ക് നിന്നിട്ട് ഓരോന്ന് ചെയ്തു കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അവളെ അങ്ങോട്ട് ആക്കി കൊടുക്കാനായിട്ട് ഇപ്പോൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവരെ നോക്കി നിന്നു ഗൈസ്. അവർ അങ്ങോട്ട് കയറുന്നത് വരെ ഞങ്ങൾ നോക്കി നിന്നിട്ടാ. എന്നിട്ട് അവർ പോയതിന് ശേഷമാണ് ഞങ്ങൾ വണ്ടി എടുത്തത്. പക്ഷേ വണ്ടി എടുത്തിട്ട് നമ്മൾ കുറച്ചങ്ങോട്ട് വന്നപ്പോൾ, കുറച്ച് മീൻസ് അവിടെ തന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു വണ്ടി. അങ്ങനെ എടുത്ത് വന്നപ്പോൾ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ പാക്ക് ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അത് കൊണ്ടെടുക്കാനായിട്ട് ഉപ്പ പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോയില്ല കേട്ടോ. അപ്പം കുറച്ച് നേരം കൂടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന്. അപ്പോൾ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ പിന്നെ നമ്മൾ ഒരു ആവശ്യം വന്നില്ല. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞാൻ ജ്യൂസ് കുടിച്ചു. അതുപോലെ അവരൊക്കെ ചായയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിക്കാനൊന്നും കഴിച്ചില്ല കേട്ടോ. ജ്യൂസ് തന്നെ സത്യം പറഞ്ഞാൽ വേണ്ടിണ്ടായിട്ടല്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, വയറ് വെറുതെ കാലിയാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കഴിച്ചതാണ്. ഞാനിതാ വണ്ടിയിൽ കിടന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പുറത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിന്നു. അപ്പോൾ കുറച്ച് ഒരു ഉഷാറൊക്കെ വന്നു. അപ്പോൾ നമ്മൾ പോകുന്ന കോലം വരുന്ന കോലം രണ്ടും രണ്ടാണ് ഗൈസ്. എൻ്റെ കോലൊക്കെ ആകെ മാറിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കിടന്ന് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി. പിന്നെ അയൂസിനായിട്ട് നഴ്സറി പോയിട്ടുണ്ടായിരുന്നു. ഞാനും അയൂസും അതുപോലെ റഷ്യയും നിച്ചുമോനും ഇസൂട്ടനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ പുതിയ നഴ്സറിൻ്റെ ഇനാഗുറേഷൻ പരിപാടിയാണ്. അപ്പോൾ ചെയർമാനൊക്കെ ആയിരുന്നു ഇനാഗുറേഷൻ ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ പോയപ്പോൾ അവിടെ സ്പീച്ചും അതുപോലെ പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ കുട്ടികളുടെ ഡാൻസ്, പാട്ട്, ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അയ്യൂസും പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാട്ട് പാടി മീൻസ് അവിടെ നമ്മൾ മുമ്പ് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഉള്ളതല്ല. കാരണം നമ്മൾ നഴ്സറിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പാട്ടൊക്കെ ഉണ്ടല്ലോ, അത് പാടിക്കുമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ സ്റ്റേജിൽ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അയ്യൂസും ഫ്രണ്ട്സുകളും കൂടിയിട്ട് പാടാണ്.
അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ നമ്മളെ ഇന്നത്തെ വ്ലോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കൺ ഒന്ന് ഇനാബിൾ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.